RG സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2020 ഒക്ടോബർ 30 വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്തിരിക്കുന്നത്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണിത്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. സർക്കാർ സ്കൂളുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ സീറ്റുകളിൽ 7.5% സംവരണം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. സർക്കാർ സ്കൂളുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ സീറ്റുകളിൽ 7.5% സംവരണം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? തമിഴ്നാടാണ്. ശ്രദ്ധിക്കുക, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയുടെ പേരെന്താണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. എടപ്പാടി കെ പളനിസ്വാമി. അതേപോലെ തമിഴ്നാട് ഗവർണർ ബൻവാരിലാൽ പുരോഹിത്. ഈ രണ്ട് കാര്യം കൂടി അറിഞ്ഞിരിക്കുക. മുഖ്യമന്ത്രി എടപ്പാടി കെ പളനിസ്വാമി, അതേപോലെ ബൻവാരിലാൽ പുരോഹിതാണ് ഗവർണർ. 7.5% സർക്കാർ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് മെഡിക്കൽ സീറ്റുകളിൽ സംവരണം ഏർപ്പാട് ചെയ്തത് തമിഴ്നാട്. അടുത്ത ചോദ്യം, യാത്രക്കാരുടെ ലഗേജുകൾ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാൻ ഇന്ത്യൻ റെയിൽവേ അടുത്തിടെ ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരെന്ത്? യാത്രക്കാരുടെ ലഗേജുകൾ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാൻ ഇന്ത്യൻ റെയിൽവേ അടുത്തിടെ ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരെന്ത്? ബാഗ്സ് ഓൺ വീൽസ് എന്നാണ്. ബാഗ്സ് ഓൺ വീൽസ്. ശ്രദ്ധിക്കുക, പേര് ബാഗ്സ് ഓൺ വീൽസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2020 കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ജല പുരസ്കാരം നേടിയ ജില്ലകൾ. ഛത്തീസ്ഗഡിലെ 2 ജില്ലകളാണ് 2020 കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ജല പുരസ്കാരം നേടിയ ജില്ലകൾ ഏതെല്ലാം? ബിലാസ്പൂറും സൂരജ്പൂറുമാണ്. ബിലാസ്പൂർ ആൻഡ് സൂരജ്പൂർ ഛത്തീസ്ഗഡിലെ 2 ജില്ലകളാണ്, ബിലാസ്പൂറും സൂരജ്പൂറും. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഭൗമ നിരീക്ഷണം, ദുരന്ത നിവാരണം, കൃഷി, വനവൽക്കരണം എന്നിവയ്ക്കായി ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഉപഗ്രഹം. ഭൗമ നിരീക്ഷണം, ദുരന്ത നിവാരണം, കൃഷി, വനവൽക്കരണം എന്നിവയ്ക്കായി ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഉപഗ്രഹം EOS-1 എന്ന ഉപഗ്രഹമാണ്. EOS-1 എന്ന ഉപഗ്രഹം, EOS-1 എന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്ന റോക്കറ്റ് PSLV-C 49 ആണ്. PSLV-C 49. ISRO ചെയർമാൻ ആരാണ്? ഡോക്ടർ കെ ശിവൻ. ISRO ചെയർമാൻ ഡോക്ടർ കെ ശിവൻ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അടുത്തിടെ അന്തരിച്ച കേശുഭായ് പട്ടേൽ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു? അടുത്തിടെ അന്തരിച്ച കേശുഭായ് പട്ടേൽ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു? ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി 1995 മുതൽ 98 വർഷങ്ങൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. ഡച്ച് ഗവൺമെന്റ് സഹായത്തോടെ കേരളത്തിൽ പുതിയ ഫ്ലോറികൾച്ചർ സെന്റർ വരുന്നത് എവിടെ? ഡച്ച് ഗവൺമെന്റ് സഹായത്തോടെ കേരളത്തിൽ പുതിയ ഫ്ലോറികൾച്ചർ സെന്റർ വരുന്നവിടെ പുഷ്പകൃഷിയാണ് പ്രധാനം ഉദ്ദേശിക്കുന്നത്. അമ്പലവയലിലാണ്, വയനാട്ടിലെ അമ്പലവയൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2020 ഒക്ടോബറിൽ മൊലാവ് ചുഴലിക്കാറ്റ് ഏത് രാജ്യത്താണ് വൻ നാശം വിതച്ചത്? നമുക്കറിയാം, ഈ അടുത്തതായിട്ട് കണ്ടതാണ്. 2020 ഒക്ടോബറിൽ മൊലാവ് ചുഴലിക്കാറ്റ് ഏത് രാജ്യത്താണ് വൻ നാശം വിതച്ചത്? വിയറ്റ്നാമിലാണ് വലിയ നാശം വിതച്ചത്. ഈ ചുഴലിക്കാറ്റിന്റെ പേര് മൊലാവ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബിഗ് ഡാറ്റ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ബിഗ് ഡാറ്റ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്, ഈ രചയിതാവ് മുൻ കേരള മുഖ്യമന്ത്രിയുടെ മകനാണ്. ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ബിഗ് ഡാറ്റ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് VA അരുൺകുമാറാണ്. VS അച്യുതാനന്ദന്റെ മകനാണ് VA അരുൺകുമാർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അവിവാഹിതരായ സ്ത്രീകൾക്ക് വരുമാന മാർഗം കണ്ടെത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്വയം തൊഴിൽ വായ്പാ പദ്ധതി. അവിവാഹിതരായ സ്ത്രീകൾക്ക് വരുമാന മാർഗം കണ്ടെത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്വയം തൊഴിൽ വായ്പാ പദ്ധതി ശരണ്യ. ശ്രദ്ധിക്കുക, ശരണ്യ എന്നാണ് സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയുടെ പേര്. അടുത്ത ചോദ്യം. 2020 കണക്ക് പ്രകാരം മൊബൈൽ ഇന്റർനെറ്റ് വേഗതയിൽ ഇന്ത്യയുടെ സ്ഥാനം 131 സ്ഥാനം 131. ഒന്നാം സ്ഥാനം ദക്ഷിണ കൊറിയയ്ക്കാണ്. കാര്യം ശ്രദ്ധിക്കുക, ഒന്നാം സ്ഥാനം ദക്ഷിണ കൊറിയയ്ക്ക്. 131 സ്ഥാനമാണ് ഒന്നാം സ്ഥാനം ദക്ഷിണ കൊറിയയ്ക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ സേന ആവിഷ്കരിച്ച പദ്ധതി. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ സേന ആവിഷ്കരിച്ച പദ്ധതി ഓപ്പറേഷൻ നമസ്തേ എന്നാണ്. ഇന്ത്യൻ സേന COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ സേന ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ നമസ്തേ. അടുത്ത ചോദ്യം. ഭിന്നശേഷിക്കാരുടെ നൈപുണ്യം വികസിപ്പിക്കുന്നതിനായി വികസനത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി.
ഭിന്നശേഷിക്കാരുടെ നൈപുണ്യ വികസനത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി കൈവല്യ എന്നാണ് പുതിയ പദ്ധതിയുടെ പേര്. ശ്രദ്ധിക്കുക, കൈവല്യ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2020 ഒക്ടോബർ 20 100 വർഷം തികയുന്ന ഇന്ത്യയിലെ പ്രമുഖ സർവകലാശാല. 2020 ഒക്ടോബർ 20 100 വർഷം തികയുന്ന ഇന്ത്യയിലെ പ്രമുഖ സർവകലാശാല, അതായത് 1920 സ്ഥാപിതമായ സർവകലാശാല ഏതെന്നാണ്? ജാമിയ മില്ലിയ ഇസ്ലാമിയ. ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. പൊതുജനങ്ങൾക്ക് മലിനീകരണവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ അടുത്തിടെ ഡൽഹി സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. പൊതുജനങ്ങൾക്ക് മലിനീകരണവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ അടുത്തിടെ ഡൽഹി സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഗ്രീൻ ഡൽഹി എന്നാണ് ആ ആപ്പിൻ്റെ പേര്. ഗ്രീൻ ഡൽഹി. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അടുത്തിടെ ഇന്ത്യയിലെ ഏത് കേന്ദ്രഭരണ പ്രദേശത്തെ ലാൻഡ് റവന്യൂ ലോയാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ നീക്കം ചെയ്തത്? അടുത്തിടെ ഇന്ത്യയിലെ ഏത് കേന്ദ്രഭരണ പ്രദേശത്തെ ലാൻഡ് റവന്യൂ ലോയാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ നീക്കം ചെയ്തത്? കേന്ദ്രഭരണ പ്രദേശമാണ്. ഇപ്പോൾ ഈ അടുത്തതായിട്ട് കേന്ദ്രഭരണ പ്രദേശമാക്കിയ രണ്ട് നോക്കുക, ലഡാക്ക് ജമ്മു കാശ്മീരാണ്. ലഡാക്ക് ജമ്മു കാശ്മീർ. ഇതുപോലെ രാജ്യത്തെ ഏതൊരു പൗരനും ഈ പ്രദേശങ്ങളെ ഭൂമി വിലയ്ക്ക് വാങ്ങാം. നേരത്തെ ഈ പ്രദേശ ഭൂമി വിലയ്ക്ക് വാങ്ങാൻ ആർക്കും സാധിക്കില്ലായിരുന്നു. ഇപ്പോൾ ഇതുപോലെ രാജ്യത്തെ ഏതൊരു പൗരനും ഈ പ്രദേശ ഭൂമി, അതായത് ജമ്മു കാശ്മീരിൽ ലഡാക്കിലെ ഭൂമി വിലയ്ക്ക് വാങ്ങാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്ത്രീ സുരക്ഷയ്ക്കായി അടുത്തിടെ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പുതിയ പദ്ധതി. സ്ത്രീ സുരക്ഷയ്ക്കായി അടുത്തിടെ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരെന്ത്? മേരി സാഹേലി എന്നാണ്. മേരി സാഹേലി. ശ്രദ്ധിക്കുക, മേരി സാഹേലി. ഇനി ഇന്നത്തെ ദിനത്തിന്റെ പ്രത്യേകതയാണ് ഒക്ടോബർ 31. ഇന്നത്തെ ദിനം രണ്ട് പ്രധാന നേതാക്കന്മാരുടെ ദിനമാണ്. പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെയും അതേപോലെ ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയുടെ മരണദിനം രക്തസാക്ഷിത്വ ദിനമാണ്. എന്നാൽ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണെന്ന്. ആ ജന്മദിനം രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ട് ആചരിക്കുന്നു. അതേപോലെ ഇന്ദിരാഗാന്ധിയുടെ മരണദിനം രാഷ്ട്രീയ സങ്കല്പ ദിവസം. അപ്പോൾ ഒക്ടോബർ 31 രണ്ട് വലിയ മഹാത്മാക്കളുടെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. ഒന്ന് ശ്രദ്ധിക്കുക, സർദാർ വല്ലഭായ് പട്ടേലിന്റെ രാഷ്ട്രീയ ഏകതാ ദിവസ് ആൻഡ് ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ സങ്കല്പ ദിവസമായിട്ട് ആചരിക്കുകയാണ്. രണ്ടുപേരും ഉരുക്ക് മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് ദെൻ അയൺ ലേഡി ഉരുക്ക് വനിത ഇന്ദിരാഗാന്ധി. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിന് വേണ്ടി, ഒപ്പം വിവിധ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽസുകൾ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ താഴെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.